വയലൻസ് ഭയങ്കരമാണ്. മലയാളത്തിൽ കാണാത്ത വയലൻസ് ആണ്. ഉണ്ണിമുത്തൻ കൊള്ളാം. സൂപ്പർ പടം, സൂപ്പർ. പിന്നെ ബ്രൂട്ടൽ എങ്ങനെയുണ്ട് മാർക്കോ? നല്ല ഫിലിമാണ്. വയലൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട്. പ്രതീക്ഷയെക്കാട്ടി കൂടിപ്പോയോ അതോ കുറഞ്ഞോ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാവരും പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ജഗദീഷ് ചേട്ടൻ, സിദ്ദിഖൊക്കെ എല്ലാം നല്ല പെർഫോമൻസ് വേറെ ലെവലാണ്. വയലൻസ് പടത്തിൻ്റെ ആ ഒരു സംഭവമുണ്ട്. പിന്നെ പറഞ്ഞ പോലെ BGM കൊള്ളാം. പിന്നെ അല്ലാതെ കുറച്ച് സംഭവങ്ങളൊക്കെ ക്രിഞ്ചി സാധനങ്ങളൊക്കെ അടിച്ച് ഈ മുത്തശ്ശി കഥയിൽ പറയുമ്പോൾ മാർക്കോ എന്ന് പറയുന്ന കഥാപാത്രത്തെ രണ്ട് കൊച്ചുകുട്ടികളെ വെച്ചിട്ട് വേണം അങ്ങനെ കുറച്ച് സാധനങ്ങൾ അടിച്ച്. പക്ഷെ അവരുദ്ദേശിച്ച സംഭവത്തിൻ്റെ ഒരു 60% വരെ എത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. സൂപ്പർ പടം. എന്താണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് പടത്തില്? വയലൻസ് സൂപ്പറായിരുന്നു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടല്ലോ? ഇടില്ല. മാർക്കോ ആയിരുന്നോ? മാർക്കായിരുന്നു. ഞെട്ടിച്ചു. പടം നല്ല വയലൻസ് ആണ്. അടിപൊളിയായിരുന്നു. പെർഫോമൻസ് അടിപൊളിയാണ്. ജഗദീഷ് കുഴപ്പമില്ല. ജഗദീഷിനെക്കാട്ടും ഇഷ്ടമായത് സിദ്ദിഖാണ്. സിദ്ദിഖിന്റെ അടിപൊളിയാണ്. ഉണ്ണിയുടെ നല്ലൊരു തിരിച്ചുവരവെന്ന് പറയാം. നല്ല ഉണ്ണി ശരിക്കും ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഞങ്ങൾ ഒറ്റപ്പാലമാണ് എൻ്റെ വൈഫിന്റെ സ്ഥലം. വീടിന് തൊട്ടടുത്ത് തന്നെയാണ് വീട്. ഇടയ്ക്ക് കാണാറില്ല, പക്ഷെ ഇങ്ങനെ അറിയാം, അത്രേ ഉള്ളൂ. പുള്ളി എപ്പോഴും ഇതിലായിരിക്കുമല്ലോ, അതുകൊണ്ടാണ്. നല്ല മൂവി. ഓക്കെ. വില്ലനും ഞെട്ടിച്ചു. ഹിന്ദി നല്ലൊരു വില്ലനാണ്. നന്നായിട്ടുണ്ട്. ഓക്കെ. മാർക്കോ കൊള്ളാം. നല്ല സിനിമയായിരുന്നു. നല്ല കുഴപ്പമില്ല. നല്ല രീതിയിൽ വയലൻസ് നല്ല ഇല്ലില്ല, വലുതായിരുന്നു. നല്ല പെർഫോമൻസ് കൊള്ളാം. എല്ലാവരും കൊള്ളാം. പടം ഹൊറിബിളാവും. ബിലോ 18 കാണാതിരിക്കുന്നത്. പ്രഗ്നന്റ് ലേഡീസും കാണാം. പെർഫോമൻസ് സൂപ്പറാണ്. മാസല്ലേ? അതും പുള്ളിക്കുള്ള വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. ഇപ്പം നമ്മൾ എബ്രോഡൊക്കെ കാണുന്ന പോലത്തെ സിനിമ ഉണ്ടാവില്ലേ, ആ റേഞ്ചിൽ മാച്ചായി വന്നിട്ടുണ്ട്. അപ്പം നോർമലി നമ്മളിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടതാണ് രൺബീർ കപൂറിൻ്റെ. ആ റേഞ്ചിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ മലയാളത്തിൽ വന്നിരിക്കുന്നത്. അനിമലിൻ്റെ ആണോ? ജോൺ വിക്കിൻ്റെ? ഇല്ല, അത് കണ്ടിട്ടില്ല. പക്ഷേ ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇംഗ്ലീഷ് മലയാളം അങ്ങനെ മലയാളം മാത്രമേ കാണാറുള്ളൂ കൂടുതൽ. ബട്ട് ഇറ്റ് വാസ് വണ്ടർഫുൾ, ഫെൻറ്റാബുലസ്. ഇനി ആ റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. പെർഫോമൻസ് എല്ലാവരും ആക്ടേഴ്സും നല്ലതായിട്ടുണ്ട്. മാച്ചായി വന്നിട്ടുണ്ട്. ഇൻ ദ സെൻസിലേക്ക് ഇനി ഒരു പടിയും കൂടെ മേളിൽ എനിക്ക് നെക്സ്റ്റ് ഇത് വരുമെന്ന് തോന്നുന്നു. സോ ഒബിയസ്ലി ദാറ്റ് റേഞ്ചിൽ വരും. കൊള്ളാം. നൈസ് പടമാണ്. വയലൻസ് വളരെ നന്നായിട്ടുണ്ട്. കംപ്ലീറ്റ്ലി പുതിയൊരു ഡിഫറെന്റ് ഇതായിട്ട് തോന്നി. കൊള്ളാം. നൈസ്. പെർഫോമൻസ് എല്ലാം അന്യായം. ജഗദീഷ് ഒരു രക്ഷയില്ല. ഫൈറ്റ് സീക്വൻസ് ഉണ്ണിമൂന്തൻ കിടിലം, ഒന്നും പറയല്ല. കിടിലായിരുന്നു. അടിപൊളി പടം. വയലൻസേ ഉള്ളൂ. കൂടുതലായിരുന്നു. എല്ലാവരും പെർഫോമൻസ് ആണ്. അടിപൊളിയായിരുന്നു. എന്താ പറയാ, ഇത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ? അടിപൊളിയായിട്ടായിരുന്നു. അതായത് കാസ്റ്റ് ചെയ്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് ഭയങ്കര വില്ലന്മാരായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, അടിപൊളിയായിരുന്നു. അടിപൊളി സൂപ്പറായി. മാർക്കോ കൊള്ളാം. നല്ല മൂവിയായിരുന്നു. നന്നായിട്ടുണ്ട്. സൂപ്പർ സിനിമയാണ്. കിടിലം ക്ലൈമാക്സ് ആണ്. സൂപ്പറായിരുന്നു. എല്ലാവരും നന്നായിട്ട്. അടിപൊളി വില്ലനായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. ഉണ്ണിയുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബോറിംഗ് ഒന്നുമില്ല. ഫുള്ള് ഉടനീളം അടിപൊളിയാണ്. കൊള്ളാം. നല്ല പടം. പിന്നെ പറയാതിരിക്കാൻ BGM ഒരു രക്ഷയായിരുന്നു. വേദാളത്തില് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നമ്മൾ BGM തന്നെ. ഭയങ്കര സേവും കാര്യങ്ങളൊക്കെ